എല്ലാവർക്കും നമസ്കാരം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പുതിയ പാറ്റേൺ ചോദ്യങ്ങളെന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിലൊരു പരിശീലനം എല്ലാവർക്കും ആവശ്യമാണ്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുക, അത് ശരിയാണോ തെറ്റാണോ നോക്കുക. സ്റ്റേറ്റ്മെൻറ്റായിട്ട് നമ്മൾ തിരിച്ച് 10 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ശരിയാണോ തെറ്റാണോ, ഏത് രീതിയിൽ ഫാക്ച്വലി കറക്റ്റാണോ എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, ബജറ്റിനെ പൊതു ബഡ്ജറ്റ് എന്നും റെയിൽവേ ബഡ്ജറ്റ് എന്നും വേർതിരിച്ച കമ്മിറ്റി അക്വർത്ത് കമ്മിറ്റിയാണ്. ശരിയാണോ? അക്വർത്ത് കമ്മിറ്റിയാണോ അല്ല ബിബേക് ബ്രോയ് കമ്മിറ്റിയാണോ ബഡ്ജറ്റിനെ പൊതു ബഡ്ജറ്റെന്നും റെയിൽവേ ബഡ്ജറ്റായിട്ടും വേർതിരിച്ച കമ്മിറ്റി? ഇത് ശരിയാണ്. 1924 ഈ കമ്മിറ്റി വന്നത്. പൊതു ബഡ്ജറ്റിനെ അതുപോലെ തന്നെ റെയിൽവേ ബഡ്ജറ്റിനെ വേർതിരിച്ചിരുന്നു. പക്ഷേ തിരിച്ച് അത് രണ്ടും ഒരുമിച്ചാക്കിയ കമ്മിറ്റി എന്ന് പറയുന്നത് ബിബേക് ബ്രോയ് കമ്മിറ്റിയാണ്. ബിബേക് ബ്രോയ് കമ്മിറ്റി. അപ്പോൾ അക്വർത്ത് കമ്മിറ്റി ശരിയാണ്. ഉത്തരം ശരിയാണ്. സോ ഇറ്റ് ഈസ് അക്വർത്ത് കമ്മിറ്റി ആൻഡ് ഇറ്റ് ഈസ് ഓൺ 1924. ഓർത്ത് വെക്കണേ. അപ്പോൾ ആദ്യത്തെ ചോദ്യം ശരിയാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അക്വർത്ത് കമ്മിറ്റി ഓർത്ത് വെക്കണം. രണ്ടാമത്തെ ചോദ്യം, ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 110 ഇതെപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം ബഡ്ജറ്റും മണി ബില്ലും അടുത്തടുത്താണ്. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബഡ്ജറ്റ് എന്ന് എവിടെയും കൊടുത്തിട്ടില്ല, ബഡ്ജറ്റിനെ കുറിച്ച് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ബഡ്ജറ്റിനെ കുറിച്ച്, അതായത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. AFS ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രതിപാദിക്കുന്നത് 110 അല്ല. അപ്പോൾ ഇത് ഏതാണ്, ഏത് ആർട്ടിക്കിളാണ്? അത് 112 112 ആർട്ടിക്കിൾ. അപ്പോൾ ഈ 110 പ്രതിപാദിക്കുന്ന ഏതാണ്? മണി ബില്ലാണ്. ഏതാണ്? മണി ബില്ലാണ് 110 പറയുന്ന സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. മൂന്നാമത്തെ ചോദ്യം, മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ശുപാർശകൾ മുന്നോട്ട് വെക്കാൻ അധികാരമില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ശുപാർശകൾ മുന്നോട്ട് വെക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. അത് ശരിയാണോ? മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് ലോക്സഭക്കാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പാർഷ്യലി ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് തോന്നുമെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ശുപാർശ വെക്കുന്നതിൽ കുഴപ്പമില്ല, അതായത് സജഷൻസ് മുന്നോട്ട് വെക്കുന്നതിൽ കുഴപ്പമില്ല. അതിൽ വോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റം വരുത്താനോ അധികാരം ആർക്കില്ല? രാജ്യസഭയ്ക്കില്ല എന്നേ അർത്ഥമുള്ളൂ. അപ്പോൾ ഇത് തെറ്റല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. മണി ബില്ലിൻ്റെ കാര്യത്തിൽ രാജ്യസഭയ്ക്ക് ശുപാർശകളൊക്കെ വെക്കാം, പക്ഷേ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അവരുടെ കാര്യമാണ്, ലോക്സഭയുടെ കാര്യമാണ്. അതൊന്നും അവർക്ക് പ്രത്യേകിച്ച് രാജ്യസഭയ്ക്ക് ഇമ്പോർട്ടൻസ് മണി ബില്ലിൻ്റെ കാര്യത്തിൽ ഇല്ലാത്തതുകൊണ്ട് ശുപാർശകൾ സ്വീകരിക്കാൻ സാധ്യത കുറവാണ്. നാലാമത്തെ ചോദ്യം, സംയുക്ത സമ്മേളനം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ശരിയാണോ? സംയുക്ത സമ്മേളനം എന്ന് പറയുന്നത് എന്താണ്? ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റാണ്. 108 ആർട്ടിക്കിളാണ് സംയുക്ത സമ്മേളനം പറയുന്നത്. ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ പ്രിസൈഡ് ചെയ്യുന്ന ആരാണ്? വിളിക്കുന്നത് പ്രസിഡൻ്റാണ്, വിളിച്ചു ചേർക്കുന്ന പ്രസിഡൻ്റാണ്. പ്രിസൈഡ് ചെയ്യുന്നത് ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കറിൻ്റെ സ്ഥാനത്ത് അദ്ദേഹം ഇല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. അതല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കറാണ്. കാരണം രാജ്യസഭാ സ്പീക്കർ വൈസ് പ്രസിഡൻറ്റിന് രാജ്യസഭയിൽ അംഗം അല്ലാത്തത് കാരണം സംയുക്ത സമ്മേളനം പ്രിസൈഡ് ചെയ്യാൻ പറ്റില്ല. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. സോ ഒന്നിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ലോക്സഭ സ്പീക്കർ പ്രിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ് ചെയ്യും, അല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ പ്രിസൈഡ് ചെയ്യും. അതാണ് അതിൻ്റെ ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ശരിയാണ്. സംയുക്ത സമ്മേളനം കടമെടുത്തിരിക്കുന്നത്, ഈ ആശയം കടമെടുത്തിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അത് ശരിയാണ്. അഞ്ചാമത്തേത്, ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലാണ് ശൂന്യവേള. അപ്പോൾ ശൂന്യവേള എന്ന് പറയുന്നത് ഇന്ത്യൻ കോൺട്രിബ്യൂഷനാണ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ. 0 അവർ. ചോദ്യോത്തരവേളയ്ക്കും അജണ്ടയ്ക്കും ഇടയിലാണ് ശൂന്യവേള എന്നാണ് പറയുന്നത്. ശൂന്യവേള ആദ്യമാണോ? അല്ല. ഇത് ശരിയാണ്. കാരണം എന്താണ്? ക്വസ്റ്റ്യൻ അവറിൻ്റെയും അജണ്ടയ്ക്കും ഇടയിലാണ് ശൂന്യവേള എന്ന് പറഞ്ഞ 0 അവർ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ കോൺട്രിബ്യൂഷനാണ് ഈ ശൂന്യവേള എന്ന് പറയുന്നത്. ഈ പറയുന്ന ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിലൊന്നും അതില്ല. ആറാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വിപ്പ് എന്ന തസ്തിക ഭരണഘടനയിലില്ല. ശരിയാണോ? വിപ്പ് എന്ന തസ്തിക ഭരണഘടനയിൽ ഇല്ല എന്നാണ് പറയുന്നത്. വിപ്പ് സാധാരണഗതിയിൽ പാർട്ടിയിൽ തന്നെ അവരുടെ പാർട്ടിയുടെ അജണ്ട ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ചിലത് വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യാതിരിക്കാനും ഒക്കെ
എന്താ പറയുക, റെഗുലേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്റാണ് വിപ്പ് ഭരണഘടനയിലും ഇല്ല, അതുപോലെ തന്നെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ലോക്സഭയുടെ അല്ലെങ്കിൽ രാജ്യസഭയുടെ അല്ലെങ്കിൽ അസംബ്ലിയുടെ റൂൾസ് ഓഫ് പ്രൊസീജിയറിലും ഇല്ല. അപ്പോൾ വിപ്പ് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. 7ാമത്തെ ചോദ്യം, സ്പീക്കർ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന അമേരിക്കയിൽ നിന്നാണ്, ആണോ? അല്ല, അത് എവിടെ നിന്നാണ്? ബ്രിട്ടൻ നിന്നാണ്. ബ്രിട്ടൻ അല്ലെങ്കിൽ ലണ്ടൻ നിന്നാണ്. ബ്രിട്ടനാണ് കേട്ടോ. ബ്രിട്ടീഷ് പാർലമെൻ്ററി സിസ്റ്റത്തിൽ നിന്നാണ് നമ്മൾ സ്പീക്കർ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പാർലമെൻറ്റിന് ഇലക്ടറൽ അധികാരങ്ങളില്ല. ഇലക്ടറൽ അധികാരം പാർലമെൻറ്റിനുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് ഈ ഇലക്ടറൽ അധികാരം? ഈ പറഞ്ഞ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് പാർലമെൻറ്റിനുള്ള അധികാരം? ഇലക്ടറൽ കോളേജിൽ പാർലമെൻറ്റിന് അംഗങ്ങളില്ലേ? ഉണ്ട് അല്ലേ? ആരൊക്കെയാണ് ഈ ഇലക്ടറൽ കോളേജ്? ഇപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഇലക്ടറൽ കോളേജിൽ ആരാണ് ഉള്ളത്? എലക്റ്റഡ് മെമ്പേഴ്സ് ഓഫ് ദി രാജ്യസഭ, ലോക്സഭ ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഡൽഹി ആൻഡ് പുതുച്ചേരി അല്ലേ? അപ്പോൾ ഇലക്ടറൽ അധികാരങ്ങളില്ലേ? അപ്പോൾ പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്ന ഇലക്ടറൽ കോളേജിലെ ഭൂരിഭാഗം ആൾക്കാരും എവിടെയാണ്? പാർലമെൻറ്റിൽ നിന്നല്ലേ? അപ്പോൾ പാർലമെൻറ്റിന് ഇലക്ടറൽ അധികാരങ്ങൾ ഉണ്ട് എന്നതാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? തെറ്റാണ്. ഈ 8ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം പാർലമെൻറ്റ് ഹാസ് ഇലക്ടറൽ റോൾസ്. 9ാമത്തെ ചോദ്യം, കണ്ടിജൻസി ഫണ്ട് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 266. ഇത് ഇംഗ്ലീഷും മലയാളം ഒരുമിച്ചായി പോയി. കണ്ടിജൻസി ഫണ്ട് എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു കണ്ടിജൻസി ഉണ്ടാകുമ്പോൾ എന്താ പറയുക ഉപയോഗിക്കേണ്ട ഫണ്ടാണ്. എമർജൻസി ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. 266 പബ്ലിക് അക്കൗണ്ടും അതുപോലെ തന്നെ കൺസോളിഡേറ്റഡ് ഫണ്ടും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ 267 കണ്ടിജൻസി ഫണ്ടുള്ളത്, 266 അതുകൊണ്ട് തന്നെ ഇത് തെറ്റാണ്. 267 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 267 കണ്ടിജൻസി ഫണ്ട് ഓഫ് ഇന്ത്യ. 10ാമത്തെ അവസാനത്തെ ചോദ്യം, മണി ബിൽ ലോക്സഭ പാസ്സാക്കിയതിന് ശേഷം രാജ്യസഭയുടെ അനുമതിക്കായി അയച്ച് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കിയതായി കണക്കാക്കുമെന്നാണ് പറയുന്നത്. ശരിയാണോ? അതായത് മണി ബില്ല് ഈ പറഞ്ഞ പോലെ ലോക്സഭയിൽ പാസ്സാക്കി, ഓക്കെ ആയി. അതിനുശേഷം രാജ്യസഭയിൽ വന്നിരിക്കുകയാണ്. രാജ്യസഭയിൽ 14 ദിവസം കഴിഞ്ഞു, അങ്ങ് തിരിച്ചയച്ചില്ല. അപ്പോൾ ഇത് രണ്ട് സഭയും 14 ദിവസം കഴിഞ്ഞ് തിരിച്ചയച്ചില്ല കേട്ടോ, എന്നാലും 2 സഭയും പാസ്സാക്കിയതായിട്ട് കണക്കാക്കും 14 ദിവസം കഴിഞ്ഞിട്ട് എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. കാരണം രാജ്യസഭയ്ക്ക് പ്രത്യേകിച്ച് എന്തിലധികാരമില്ല? മണി ബില്ല് പാസ്സാക്കുന്നതിന് അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഇതൊന്ന് ഓർത്ത് വെക്കണേ, കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. മണി ബിൽ ലോക്സഭ പാസ്സാക്കിയതിന് ശേഷം രാജ്യസഭയുടെ അനുമതിക്കായി അയച്ച് 14 ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ ആ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും പാസ്സാക്കിയതായി കണക്കാക്കും എന്ന് പറയുന്നത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു ഇത് എഫക്റ്റീവായിട്ടുള്ളൊരു പ്രോസസ്സാണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ രീതിയിൽ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ വേർതിരിച്ച് കണ്ട് അത് അനലൈസ് ചെയ്യുന്നതാണ് പൊതുവിൽ നല്ലത് എന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം. നിങ്ങൾക്ക് ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് കാണാം. ബൈ, ടേക്ക് കെയർ.